ഉപ്പും മുളകും എന്ന് പറഞ്ഞ ഷോ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷോയാണ്. അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതിൻ്റെ ഇടയിലാണ് ഇടയ്ക്ക് വെച്ച് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ബാലു എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനത്തിനെതിരെ, അതുപോലെ തന്നെ ശ്രീകുട്ടൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു നടനെതിരെ ഒരു കേസ് വരുന്നത്. ആ ഒരു സെറ്റിൽ തന്നെ ഒരു നായികയ്ക്കെതിരെ എന്ത് ചെയ്യുന്നു, ഭയങ്കര മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞ ഒരു കേസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ന്യൂസൊക്കെ ഭയങ്കരമായിട്ടത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു രണ്ടുപേരെയും ആ ഒരു സീരിയലിൽ പിന്നെ കാണാനേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അതിൽ ക്യാരക്ടർ ചെയ്യുന്ന നീലിമ ക്യാരക്ടർ ചെയ്യുന്ന നിഷ സാരംഗിനെ അതിനകത്ത് കാണുന്നില്ലായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി ഇവർ രണ്ടുപേരും അങ്ങനെ പെരുമാറിയത് ഈ ഒരു നീലു എന്ന ക്യാരക്ടർ ചെയ്യുന്ന നിഷ സാരംഗിനോടാണോ എന്നുള്ളൊരു ഡൗട്ട്. ബട്ട് അതിനുശേഷം ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്ക് ബിജു സോപാനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്തും എന്തുകൊണ്ട് ആ സമയത്ത് ഒരു മറുപടിയായിട്ട് ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പം അതൊരു കേസാണ്. ആ ഒരു കേസിന് പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. കേസ് നടന്നുകൊണ്ടിരിക്കണം. അതെല്ലാം തീർന്നതിന് ശേഷം മാത്രമേ മൊത്തത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് പോലും ആ ഒരു നടി തനിക്കെതിരെ കേസ് കൊടുത്ത ഒരു നടിയെ സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് സംസാരിച്ചത്. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അത് ചിലപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ചെയ്തത്, അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടാവണമെന്ന് ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിനകത്ത് പറഞ്ഞത്. പക്ഷേ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു കേസ് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഞാനും ആ സമയത്താണ് അറിയുന്നത്. പക്ഷേ ഇങ്ങനെ കേസ് കൊടുക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. എന്തായാലും ഈ ഒരു കേസ് തീർന്നതിന് ശേഷം ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് സംസാരിക്കുന്നതായിരിക്കുമെന്ന് ബിജു സോപാനം, അതാ ബാലു ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനം പറഞ്ഞതായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു സീരിയലിൽ തന്നെ ബാസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ എന്ത് ചെയ്തു ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല രീതിയിൽ ബന്ധമുണ്ട്, അതിന് കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ആ കേസ് കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ശരിയെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അതുപോലെ തന്നെ സീരിയലിലേക്ക് അദ്ദേഹമൊക്കെ മടങ്ങി വരുമോ എന്ന് ചോദിച്ച സമയത്താണ് പറഞ്ഞത് കേസ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും സീരിയലിൽ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് ഇത് കേസ് കൊടുത്തതെന്നോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ കുറേയധികം പേര് പറയുന്നത് നീലു തന്നെയാണ്. കാരണം നീലു, അതായത് നിഷ സാരംഗ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഒരു സീരിയലിൽ നിന്ന് പോയിരുന്നു. അതുകൊണ്ട് തന്നെ നിഷ സാരംഗ് ആവാം ആ ഒരു കേസ് കൊടുത്തതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്.